എൻ്റെ പ്രൊഫസേഴ്സൊക്കെ കൂടുതലും പറഞ്ഞത് നീ പ്രൊജക്റ്റിന് പോണതിന് മുമ്പ് നീ വല്ല അഡീഷണൽ സ്കിൽസ് വല്ലതും പഠിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ആദ്യമേ. അപ്പോഴാണ് ഞാൻ ക്രോമിൽ പോയിട്ട് എൻ്റെ അനലറ്റിക്കൽ സ്കിൽസും മാർക്കറ്റിങ്ങും വെച്ചൊരു കോമ്പിനേഷൻ നോക്കിയപ്പോൾ ChatGPT ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇത്തിരി ടെൻഷനായി, കാരണം ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ആകെ അറിയാവുന്ന കുറച്ച് മാർക്കറ്റിംഗ് ഫീൽഡും ഐഡിയാസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിജിറ്റലി മാർക്കറ്റിംഗ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലും എനിക്കറിയാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ കോഴ്സ് കഴിയാറായി, ഇപ്പോൾ 1 മാസം കൂടെ ഉള്ളൂ. അവിടെ നിന്ന് ഞാൻ പഠിച്ചെടുത്തു ഇത് നമ്മുടെ ഭാവിയിലേക്ക് ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ചെയ്യാനാണെങ്കിൽ ശരി, നമ്മളിപ്പോൾ വേറെ ആൾക്ക് വർക്ക് ചെയ്യാനാണെങ്കിൽ ശരി, ഇതിനകത്ത് കൂടെ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് SEO പഠിക്കുക, ഗൂഗിൾ ആഡ്സ് പഠിക്കുക, പിന്നെ അതിനകത്ത് AI ടൂൾസ് പഠിക്കുക, പിന്നെ ആഡ്സ് ആണെങ്കിൽ 1 കൂടുതൽ ആഡ്സ് നമുക്ക് പഠിക്കുക, പിന്നെ മെറ്റ ആഡ്. ഇതൊക്കെ കൊണ്ട് തന്നെ എന്തുകൊണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനിയൊരു ജനറേഷനിലുള്ള പിള്ളേർക്കും അതുപോലെ തന്നെ വലിയ യങ്സ്റ്റേഴ്സിനും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഭയങ്കര സാലറി പാക്കേജസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ സെർച്ച് ചെയ്ത് ആദ്യം പറ്റിയത് ഈ സിയോൺ അക്കാഡമിയിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോർഷൻ മിസ്സായാൽ പോലും അയ്യോ അതിന് എടുത്തു തരുമോ എന്നുള്ള പേടിയില്ല, കാരണം ഇവർ എത്ര വേണമെങ്കിൽ നമുക്ക് എടുത്തു തരും.